എല്ലാവർക്കും നമസ്കാരം. വേ ടു സയൻസിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഐ ടി നിയമത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഐ ടി നിയമം 2000-ലും ഐ ടി ഭേദഗതി 2008-ലും സൂചിപ്പിച്ചിട്ടുള്ള ചില സാധാരണ കുറ്റങ്ങളും അവയുടെ ശിക്ഷകളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് നോക്കാം. 65-ാമത്തെ ഭാഗം എന്ത് കുറ്റത്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? കമ്പ്യൂട്ടറിൻ്റെ സോഴ്സ് കോഡിൽ നാശം വരുത്തുക. ഭാഗം 65-ൽ പറയുന്ന കുറ്റമാണ് കമ്പ്യൂട്ടറിൻ്റെ സോഴ്സ് കോഡിൽ നാശം വരുത്തുക. അങ്ങനെയാണെങ്കിൽ ലഭിക്കുന്ന ശിക്ഷ എന്താണ്? 2 ലക്ഷം രൂപ വരെ പിഴയോ 3 വർഷം വരെ തടവോ അതോ രണ്ടും കൂടിയും ചിലപ്പോൾ ലഭിക്കും. അടുത്തത് ഭാഗം 66-ൽ ചുമത്തപ്പെടുന്ന കുറ്റമാണ് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ. അതായത് എന്ത് കുറ്റം വന്നാലും 5 ലക്ഷം രൂപ വരെ പിഴയോ 3 വർഷം വരെ തടവോ രണ്ടും കൂടിയോ ലഭിക്കാം. ഇനി 66-ബിയിൽ പറയുന്നത് മോഷ്ടിച്ച കമ്പ്യൂട്ടർ, ആശയവിനിമയ സംവിധാനം ഇവ വാങ്ങുക. അതിന് 1 ലക്ഷം രൂപ വരെ പിഴയോ 3 വർഷം വരെ തടവോ രണ്ടും കൂടിയോ ലഭിക്കാം. ഇനി 66-സി എന്ന ഭാഗത്ത് പറയുന്ന കുറ്റമാണ് ഐഡൻറ്റിറ്റി മോഷണം നടത്തുക. അതായത് 1 ലക്ഷം രൂപ പിഴയോ 3 വർഷം വരെ തടവോ ലഭിക്കാവുന്നതാണ്. 66-ഡി ഭാഗത്ത് പറയുന്ന കുറ്റമാണ് കമ്പ്യൂട്ടർ വിഭവങ്ങൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുക. അതിന് ലഭിക്കുന്ന ശിക്ഷയാണ് 1 ലക്ഷം രൂപ വരെ പിഴയോ 3 വർഷം വരെ തടവോ രണ്ടും കൂടിയോ ലഭിക്കാം. ഇനി 66-ഇ എന്ന് പറയുന്ന ഭാഗത്ത് ചുമത്തപ്പെടുന്ന കുറ്റമാണ് സ്വകാര്യത ലംഘനം. ഇതിന് 2 ലക്ഷം രൂപ വരെ പിഴയോ 3 വർഷം വരെ തടവോ രണ്ടും കൂടിയോ ലഭിക്കാം. ഇനി 66-എഫ് എന്ന് പറയുന്ന ഭാഗത്ത് സൈബർ ഭീകരതയാണ് കുറ്റമായിട്ട് ചുമത്തപ്പെടുന്നത്. ജീവപര്യന്തം വരെ തടവ് ലഭിക്കാവുന്ന ശിക്ഷയാണത്. ഇനി ഭാഗം 67-ൽ ചുമത്തപ്പെടുന്ന കുറ്റകൃത്യമാണ് ഇലക്ട്രോണിക് രീതിയിൽ അശ്ലീലം പ്രചരിപ്പിക്കൽ. 2 മുതൽ 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ വരെ പിഴയും. കുറ്റം ആവർത്തിച്ചാൽ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയുമാണ് ലഭിക്കുന്നത്. ഇനി 67-എയിൽ ചുമത്തപ്പെടുന്ന കുറ്റമാണ് ഇലക്ട്രോണിക് രീതിയിൽ ലൈംഗിക അതിക്രമം പ്രചരിപ്പിക്കൽ. 10 ലക്ഷം രൂപ വരെ പിഴയും 5 വർഷം വരെ തടവും ലഭിക്കാം. ഇനി 67-ബി ഭാഗത്ത് വരുന്ന കുറ്റകൃത്യമാണ് ഇലക്ട്രോണിക് രീതിയിൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം പ്രചരിപ്പിക്കൽ. ഇതിന് ലഭിക്കുന്ന ശിക്ഷ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും. കുറ്റം ആവർത്തിച്ചാൽ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയുമാണ് ലഭിക്കുന്ന ശിക്ഷ. ഇനി മുൻ വർഷങ്ങളിൽ ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000-ൻ്റെ സെക്ഷൻ 43-ൽ പരാമർശിച്ചിരിക്കുന്ന ഒരു പ്രവൃത്തി എങ്ങനെ ചെയ്താൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യമായി മാറും? ഒന്നുകൂടെ പറയാം. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000-ൻ്റെ സെക്ഷൻ 43-ൽ പരാമർശിച്ചിരിക്കുന്ന ഒരു പ്രവൃത്തി എങ്ങനെ ചെയ്താൽ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യമായി മാറും? ഓപ്ഷൻ എ, സത്യസന്ധതയില്ലാതെ അല്ലെങ്കിൽ വഞ്ചനയോടെ. ഓപ്ഷൻ ബി, സത്യസന്ധമല്ലാത്തതോ ക്ഷുദ്രകരമായോ. ഓപ്ഷൻ സി, സത്യസന്ധതയില്ലാതെ അല്ലെങ്കിൽ അശ്രദ്ധമായി. ഓപ്ഷൻ ഡി, സത്യസന്ധതയില്ലാതെ അല്ലെങ്കിൽ മനഃപൂർവ്വം. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, സത്യസന്ധതയില്ലാതെ അല്ലെങ്കിൽ വഞ്ചനയോടെ. കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ചുമതലയുള്ള വ്യക്തിയുടെ അനുമതിയില്ലാതെ ആക്സസ് ചെയ്യുകയോ ഏതെങ്കിലും ഡാറ്റ ഡൗൺലോഡ് ചെയ്യുകയോ കമ്പ്യൂട്ടർ വൈറസ് ബാധിപ്പിക്കുകയോ ആക്സസ് നിഷേധിക്കാൻ കാരണമാവുകയോ ചെയ്താൽ 1 കോടി രൂപ വരെ പിഴ ഈടാക്കാൻ നിയമത്തിലെ 9-ാം അധ്യായത്തിലെ സെക്ഷൻ 43 പ്രകാരം സാധിക്കും. സെക്ഷൻ 43A പ്രകാരം സെൻസിറ്റീവ് വ്യക്തിഗത ഡാറ്റ അല്ലെങ്കിൽ വിവരങ്ങൾ കൈവശം വയ്ക്കുകയോ കൈകാര്യം ചെയ്യുകയോ ചെയ്യുന്ന ഏതൊരു ബോഡി കോർപ്പറേറ്റ് അത്തരം ഡാറ്റയുമായി ബന്ധപ്പെട്ട ന്യായമായ സുരക്ഷാ രീതികളും നടപടിക്രമങ്ങളും പാലിക്കണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നു. ഏതെങ്കിലും അശ്രദ്ധയുണ്ടായാൽ ബാധിത വ്യക്തിക്ക് നഷ്ടപരിഹാരം നൽകാൻ അത് ബാധ്യസ്ഥമായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2000-ലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം ഐഡൻറ്റിറ്റി മോഷണത്തിനുള്ള ശിക്ഷ എന്താണ്? 3 വർഷം വരെ തടവും 1 ലക്ഷം വരെ പിഴയുമാണ് ശിക്ഷ കിട്ടുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ സൈബർ ഭീകരതയുടെ ഏത് നടപടിയാണ് മരണത്തിനോ പരിക്കുകൾക്കോ സ്വത്ത് നശിപ്പിക്കുന്നതിനോ കാരണമാകുന്നത്? ഓപ്ഷൻ എ, ഏതെങ്കിലും അംഗീകൃത വ്യക്തിക്ക് പ്രവേശനം നിഷേധിക്കുകയോ നിരസിക്കുകയോ ചെയ്യുക. ഓപ്ഷൻ ബി, ഒരു വലിയ കൂട്ടം ആളുകൾക്ക് ആവശ്യപ്പെടാത്ത ഇമെയിലുകൾ അയയ്ക്കുക. ഓപ്ഷൻ സി, അനുമതിയില്ലാതെ പകർപ്പവകാശമുള്ള മെറ്റീരിയൽ ഡൗൺലോഡ് ചെയ്യുക. ഓപ്ഷൻ ഡി, സോഷ്യൽ മീഡിയയിൽ തെറ്റായ വിവരങ്ങൾ പങ്കിടുന്നു. ആൻസർ ഓപ്ഷൻ എ ആണ്, ഏതെങ്കിലും അംഗീകൃത വ്യക്തിക്ക്
പ്രവേശനം നിഷേധിക്കുകയോ നിരസിക്കുകയോ ചെയ്യുക. സൈബർ ഭീകരതയുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് 66F. ഇന്ത്യയുടെ ഐക്യം, അഖണ്ഡത, സുരക്ഷ അല്ലെങ്കിൽ പരമാധികാരം എന്നിവയെ ഭീഷണിപ്പെടുത്തുന്നതോ കമ്പ്യൂട്ടർ ഉറവിടങ്ങൾ ഉപയോഗിച്ച് പൊതുജനങ്ങളിൽ ഭീതി സൃഷ്ടിക്കുന്നതോ ആയ പ്രവൃത്തികളെ ഇത് കുറ്റകരമാക്കുന്നു. കമ്പ്യൂട്ടർ ഉറവിടങ്ങളിലേക്കുള്ള ആക്സസ് നിഷേധിക്കാൻ, അനധികൃത ആക്സസ് അല്ലെങ്കിൽ ദോഷമോ തടസ്സമോ ഉണ്ടാക്കുന്ന ദോഷകരമായ സോഫ്റ്റ്വെയർ അവതരിപ്പിക്കൽ എന്നിവ ഈ പ്രവൃത്തികളിൽ ഉൾപ്പെടാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇലക്ട്രോണിക് രൂപത്തിൽ ലൈംഗികത സ്പഷ്ടമാക്കുന്ന കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുകയോ പ്രക്ഷേപണം ചെയ്യുകയോ ചെയ്യുന്നതിന് സെക്ഷൻ 67A പ്രകാരമുള്ള രണ്ടാമത്തെ അല്ലെങ്കിൽ തുടർന്നുള്ള ശിക്ഷയ്ക്കുള്ള പരമാവധി ശിക്ഷ എന്താണ്? ഓപ്ഷൻ എ 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും. ഓപ്ഷൻ ബി 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയും. ഓപ്ഷൻ സി 7 വർഷം വരെ തടവും 15 ലക്ഷം വരെ പിഴയും. ഓപ്ഷൻ ഡി 10 വർഷം വരെ തടവും 15 ലക്ഷം വരെ പിഴയും. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 7 വർഷം വരെ തടവും 10 ലക്ഷം വരെ പിഴയും. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000-ന്റെ 65-ാം വകുപ്പിൽ നിർവചിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ കോഡിൻ്റെ ഭാഗമായി താഴെ പറയുന്നവയിൽ ഏതാണ് പരിഗണിക്കാത്തത്? ചോദ്യം ഒന്നുകൂടെ പറയാം. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000-ന്റെ 65-ാം വകുപ്പിൽ നിർവചിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ കോഡിൻ്റെ ഭാഗമായി താഴെ പറയുന്നവയിൽ ഏതാണ് പരിഗണിക്കാത്തത്? ഓപ്ഷൻ എ ഒരു കമ്പ്യൂട്ടർ റിസോഴ്സിൻ്റെ പ്രോഗ്രാം വിശകലനം. ഓപ്ഷൻ ബി കമ്പ്യൂട്ടർ ഹാർഡ്വെയർ സവിശേഷതകൾ. ഓപ്ഷൻ സി ഒരു പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ കമാൻഡുകൾ. ഓപ്ഷൻ ഡി ഒരു കമ്പ്യൂട്ടർ റിസോഴ്സിൻ്റെ രൂപകൽപ്പനയും ലേഔട്ടും. ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ സവിശേഷതകൾ. അപ്പോൾ ഏതൊക്കെയാണ് 2000-ന്റെ IT ആക്ട് 2000-ന്റെ 65-ാം വകുപ്പിൽ പരിഗണിക്കുന്നത് ഏതൊക്കെയാണ്? അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷനുകളെല്ലാം പരിഗണിക്കുന്നത് വേണത് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഒരു കമ്പ്യൂട്ടർ റിസോഴ്സിൻ്റെ പ്രോഗ്രാം വിശകലനം, ഒരു പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ കമാൻഡുകൾ, ഒരു കമ്പ്യൂട്ടർ റിസോഴ്സിൻ്റെ രൂപകൽപ്പനയും ലേഔട്ടും. ഇവയെല്ലാം തന്നെ 65-ാം വകുപ്പിൽ പരിഗണിക്കുന്നവയാണ്. ഒരു കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടർ പ്രോഗ്രാം, കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നിവയ്ക്കായി ഉപയോഗിക്കുന്ന ഏതെങ്കിലും കമ്പ്യൂട്ടർ സോഴ്സ് കോഡ് നിയമമനുസരിച്ച് സൂക്ഷിക്കുകയോ പരിപാലിക്കുകയോ ചെയ്യേണ്ടതുള്ളപ്പോൾ അറിഞ്ഞോ മനഃപൂർവ്വമോ മറച്ചു വയ്ക്കുകയോ നശിപ്പിക്കുകയോ മാറ്റുകയോ അല്ലെങ്കിൽ മനഃപൂർവ്വമോ അറിഞ്ഞോ മറ്റൊരാൾക്ക് മറച്ചു വയ്ക്കാനോ നശിപ്പിക്കാനോ മാറ്റാനോ പ്രേരിപ്പിക്കുന്നയാൾക്ക് 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കും. അതുപോലെ കമ്പ്യൂട്ടർ സോഴ്സ് കോഡ് എന്നാൽ ഏത് രൂപത്തിലുള്ള കമ്പ്യൂട്ടർ റിസോഴ്സിൻ്റെയും പ്രോഗ്രാമുകൾ, കമ്പ്യൂട്ടർ കമാൻഡുകൾ, രൂപകൽപ്പന, ലേഔട്ട്, പ്രോഗ്രാം വിശകലനം എന്നിവയുടെ പട്ടികയാണ്.